പരിശുദ്ധാത്മ ദേവാലയം കണ്ണറവിള KLCA അംഗങ്ങൾ അവതരിപ്പിക്കുന്ന ബൈബിൾ ദൃശ്യാവിഷ്കാരം നീതിമാനായ ജോബ്. ഭൗതിക സുഖങ്ങളുടെ ധാരാളിത്തത്തിൽ ദൈവത്തെ മറന്നുപോകുന്ന അവൻ്റെ അനന്തമായ സ്നേഹത്തെ മനസ്സിലാക്കാത്ത ഇന്നിൻ്റെ തലമുറയ്ക്ക് സഹനത്തിൻ്റെ തീച്ചൂളയിലും ദൈവം തന്നു ദൈവം എടുത്തു എന്ന മഹാസത്യം ലോകത്തിനു മുമ്പിൽ വിളിച്ചു പറഞ്ഞ വിശുദ്ധ ബൈബിളിലെ ഉജ്ജ്വല കഥാപാത്രം നീതിമാനായ ജോബ്. ജോബ് 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 ഞാൻ അനിയഫാസ്, ആദോം ദേശത്തിന്റെ പ്രഥമ ശ്രേഷ്ഠ ന്യായാധിപൻ. ആദോം ദേശത്തിന്റെ വളർച്ചയ്ക്കും ക്ഷേമത്തിനും വേണ്ടി 12 വാല്യങ്ങളടങ്ങുന്ന നിയമസംഹിത എഴുതി തയ്യാറാക്കിയവൻ. ആഹാമിന്റെ വംശത്തിൽപ്പെട്ട സാദയുടെ മകൻ അനിയഫാസ്. ആദോം ദേശത്തിന്റെ പ്രഥമ ശ്രേഷ്ഠ ന്യായാധിപ സ്ഥാനത്തിരിക്കാൻ അങ്ങ് എന്തുകൊണ്ടും യോഗ്യൻ തന്നെയാണ്. പാരമ്പര്യങ്ങളും അനുഷ്ഠാനങ്ങളും കാത്തു സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം നിയമങ്ങൾ നിർമ്മിക്കുവാനും നടപ്പിലാക്കുവാനും. ന്യായാധിപ സംഘം കൂടിയാലോചിച്ചു വേണം ഏതു കാര്യത്തിനും തീരുമാനമെടുക്കുവാൻ. പ്രഭുക്കന്മാരും ന്യായാധിപന്മാരും പുരോഹിതന്മാരും അടങ്ങുന്ന ഭരണസമിതിയിൽ തർക്കമുണ്ടായാൽ കൂടുതൽ പേർ അനുകൂലിക്കുന്ന തീരുമാനം നടപ്പിലാക്കും. ആദോം ദേശം സകല ദേശങ്ങൾക്കും ഒരു മാതൃകയാണ്. അന്യദേശക്കാർ മുന്തിരിച്ചാറിനും രോമകുപ്പായത്തിനും ആശ്രയിക്കുന്നത് നമ്മുടെ ദേശത്തെയാണ്. കൃഷിയിലും കാലി വളർത്തലിലും നമ്മൾ തന്നെയാണ് മുന്നിൽ. സ്വർണം വിളയുന്ന മണ്ണും ശാന്തസുന്ദരമായ കാലാവസ്ഥയും സേവൂസ് നമുക്ക് കനിഞ്ഞു നൽകിയ അനുഗ്രഹമാണ്. കിഴക്കതിർത്തിയിലുള്ള സേവൂസിന്റെ വിഗ്രഹം പൂജാകർമ്മങ്ങൾ ചെയ്യാതെ മഴയും മഞ്ഞും വെയിലും കൊണ്ട് ക്ഷയിക്കുവാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. ഈ അനിയഫാസിന്റെ ശക്തിയായ സേവൂസിന്റെ ക്ഷേത്രം എത്രയും വേഗം പുനർനവീകരിക്കണം. അനുദിന പൂജകളും കുരുതി ഉത്സവവും ഉടനടി കൊണ്ടാടണം. ആചാരമുറ പോലെ നറുക്കു വീഴുന്ന ഓരോ ഭവനങ്ങളിലും സേവൂസിന്റെ വിഗ്രഹം കുടിയിരിക്കട്ടെ. അതാണല്ലോ പാരമ്പര്യം. മലാക്കിയുടെ അഭിപ്രായത്തോട് ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? എല്ലാവരും ഈ തീരുമാനത്തെ അംഗീകരിക്കുന്നുവെങ്കിൽ ഇന്നു മുതൽ ആദോം ദേശത്തിന് പുതിയ നിയമം. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ ദാസനായ ജോബ് അങ്ങയുടെ അനന്തമായ കാരുണ്യത്തിനു മുമ്പിൽ ശിരസ്സു നമിക്കുന്നു.
ദൈവത്തിന്റെ കരുണ എന്റെ ആലകളിൽ ആടുകളായി നിറഞ്ഞു. എണ്ണം തികഞ്ഞ ഈ 7000 ആടുകളെ കാണുമ്പോൾ ഈ ജോബ് ദൈവത്തിന്റെ കരുണയോർത്ത് നന്ദി പറയുന്നു. യജമാനനെ, നമ്മുടെ ആടുകൾ ആദോം ദേശത്തിന്റെ സമൃദ്ധിയാണ്. അങ്ങയുടെ ആടുകളെ താഴ്വാരങ്ങളിൽ കൂടി നയിക്കുമ്പോൾ സ്വർഗീയ സംഗീതം ഞങ്ങളെ വഴി നടത്തുന്നു. എത്രയോ മൈലുകൾ താണ്ടിയാലും ഏതെല്ലാം ദേശങ്ങളിലൂടെ സഞ്ചരിച്ചാലും തളരാത്ത 3000 ഒട്ടകങ്ങൾ. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ വലിയ പരിപാലനയ്ക്ക് ഈ ദാസനായ ജോബ് വിശ്വസ്തയോടെ നന്ദി പറയുന്നു. അങ്ങയുടെ ഒട്ടകങ്ങളെ കൊണ്ട് വ്യാപാരത്തിന് പോകുമ്പോൾ ഞങ്ങൾ യാത്രയുടെ ക്ഷീണം അറിയുന്നില്ല. അങ്ങയുടെ ദൈവം യാത്രയിൽ ഞങ്ങളെ സംരക്ഷിക്കുന്നു. എത്ര ഭാരമേറിയ കലപ്പ നുകത്തിൽ വച്ചാലും തളരാത്ത 1000 കാളകൾ, ചക്ക വലിച്ചാലും ഭാരം ചുമന്നാലും ക്ഷീണിക്കാത്ത 500 കഴുതകൾ. ദൈവത്തിന്റെ ഇത്ര വലിയ ദാനത്തെ ഓർത്ത് ഈ ജോബ് പ്രത്യാശയോടെ നന്ദി പറയുന്നു. നട്ടുച്ച നേരത്ത് എത്ര ഉറച്ച മണ്ണായാലും അങ്ങയുടെ കാളകളെ പൂട്ടുമ്പോ ജോലിഭാരം ഞങ്ങൾ അറിയുന്നില്ല. ദൈവമേ, ഈ ജോബിനുള്ളതെല്ലാം അങ്ങ് കനിഞ്ഞു നൽകിയ അങ്ങയുടെ അനുഗ്രഹം മാത്രം. ജോബിന്റെ വിശ്വസ്തൻ ജോനാഥ്. 100 മേനി വിളഞ്ഞു നിൽക്കുന്ന ഗോതമ്പ് വയലുകൾ, തേനൂറും സ്വാദുള്ള മുന്തിരിത്തോപ്പുകൾ, ഇതെല്ലാം കർത്താവിന്റെ അനുഗ്രഹമല്ലാതെ മറ്റെന്താണ്? സന്തോഷത്തിലും ദുഃഖത്തിലും താങ്ങും തണലുമായി എന്നും നിന്റെ സഹോദരന്മാരുണ്ടായിരിക്കും. സമ്പന്നനും നീതിമാനും അതിനേക്കാൾ ഉപരി അളവറ്റ ദൈവഭക്തനുമായ അങ്ങയെ എന്റെ ജീവിത പങ്കാളിയായി ലഭിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. വിശ്വസ്തരായ ഭൃത്യന്മാർ, സന്തോഷത്തിലും ദുഃഖത്തിലും കൂടെ നിൽക്കുന്ന സഹോദരങ്ങൾ, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഭാര്യയും മക്കളും. എന്റെ ദൈവമേ, ഇത്രയേറെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ ഈ ജീവിതം മതിയാവാതെ വരുന്നു. ജോബ്, നിനക്കൊരു മഹാഭാഗ്യം ലഭിച്ചിരിക്കുന്നു. കിഴക്കുദിക്കിലെ സേവൂസിന്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കുവാനുള്ള നറുക്കു വീണത് നിന്റെ ഭവനത്തിനാണ്. സേവൂസിന്റെ വിഗ്രഹ പ്രദക്ഷിണം അനുഷിയാദിന്റെ കാർമ്മികത്വത്തിൽ ഇപ്പോൾ ഇവിടെ എത്തും. കണ്ടില്ലേ അനിയഫാസ്, സേവൂസിന്റെ മുഖം പ്രസാദിച്ചിരിക്കുന്നത്? ഇനി മുതൽ ആദോം ദേശത്തിന് വസന്തകാലമായിരിക്കും. 30 ദിനരാത്രങ്ങൾ നീളുന്ന പൂജകൾക്ക് അവസാനം സേവൂസിന്റെ പ്രവാചകൻ അനുഷ്യാദ് അർപ്പിക്കുന്ന കുരുതി ആദോം ദേശത്തിന്റെ എല്ലാ ശാപങ്ങളും നീക്കി ഐശ്വര്യത്തിന് പാത്രമാക്കും. നിർത്ത്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സത്യദൈവമായ കർത്താവിനെയാണ് ഞാൻ ആരാധിക്കുന്നത്. ദൈവം മോശ വഴി നമുക്ക് നൽകിയ കൽപ്പന നിങ്ങൾ മറന്നോ? നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. ദൂഷണം, ദൂഷണം, മഹാദൂഷണം.
സേവൂസിനെതിരെ ദൂഷണം പറഞ്ഞ നിന്റെ നാവ് പൊഴുത്തു പോകും. സേവൂസിന്റെ ശാപം ഇരന്നു വാങ്ങാതെ പരസ്യമായി മാപ്പ് പറയൂ. നിന്റെ സ്നേഹിതനായ ബിൽദാദ് നിന്നോടുള്ള സ്നേഹത്തെ പ്രതി പറയുന്നു. നീ സേവൂസിന്റെ ശാപത്തിന് പാത്രമാകരുത്. നിർത്ത്. മടുത്തു. സേവൂസും പൂജയും എല്ലാം എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു. നിന്റെ ഭവനത്തിൽ സേവൂസ് കുടികൊള്ളുന്നു എന്ന് പറയുന്നത് നിനക്ക് അഭിമാനമാണ് ജോബ്. ജീവനുള്ള ദൈവത്തെ മറന്ന് ജീവനില്ലാത്ത സേവൂസിനെ നാം എന്തിനു ആരാധിക്കണം? സേവൂസ് ആണ് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത്. സേവൂസിലാണ് സർവശക്തിയും അടങ്ങിയിരിക്കുന്നത്. ഇനി നീ സംസാരിച്ചാൽ സേവൂസിന്റെ ശക്തിക്ക് മുൻപിൽ നീ ധൂളിയായി പോകും. പാരമ്പര്യമായി കൈമാറി കിട്ടിയ അന്ധവിശ്വാസത്തിന്റെ വിഗ്രഹങ്ങൾ ഇന്ന് ഞാൻ തകർക്കും. ഞാനും എന്റെ കുടുംബവും സത്യദൈവത്തിന്റെ സാക്ഷികളായിരിക്കും. ആദോം ദേശത്തിന്റെ നിയമം അനുസരിച്ച് നിന്നെയും നിന്റെ കുടുംബത്തെയും ജനങ്ങൾ നാട് കടത്തും. വിണ്ണിന്റെയും മണ്ണിന്റെയും നാഥനായ ദൈവമേ, മഹത്വപ്പെടട്ടെ എന്നും നിന്റെ നാമം. വിണ്ണിന്റെയും മണ്ണിന്റെയും നാഥനായ ദൈവമേ, മഹത്വപ്പെടട്ടെ എന്നും നിന്റെ നാമം. ശത്രുവെ തോൽപ്പിക്കും ഉന്നത നാമമേ, ആനന്ദം നിൻ സ്തുതി കീർത്തനങ്ങൾ. ഭയമില്ല എനിക്കെന്റെ പരിച പോൽ നിലകൊള്ളും സത്യമാം ദൈവമേ ആശ്രയം നീ. സത്യമാം ദൈവമേ ആശ്രയം നീ. സർവശക്തനായ ദൈവമേ, സേവൂസിന്റെ തലയെ തകർക്കാൻ ഈ എളിയ ദാസന് ശക്തി നൽകിയാലും ദൈവമേ, ഭൂമിയിൽ അങ്ങേ ദാസനായ ജോബ് എത്രമാത്രം ഭക്തിയോടെയാണ് ജീവിക്കുന്നത്. അവൻ എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ സ്തുതിക്കുന്നു. ശരിയാണ്. എന്റെ മകനിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. അന്ധവിശ്വാസത്തിന്റെ തിമിരം ബാധിച്ച ആദോം ദേശത്തിന് ജോബിന്റെ ജീവിതം ഒരു മാതൃകയാണ്. സ്വർഗത്തിൽ നിന്നും പുറത്താക്കിയ വിഷസർപ്പമേ, നീ എന്തിന് ഇവിടെ വന്നു? ഞാൻ ഭൂമി മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് അങ്ങയുടെ സകല സൃഷ്ടിജാലങ്ങളെയും കണ്ടിട്ട് വരികയാണ്. അങ്ങയുടെ മക്കൾ സൃഷ്ടാവിനെ മറന്നു സൃഷ്ടിയെ ആരാധിക്കുന്നു. നീ ഭൂമിയിൽ എന്റെ മകൻ ജോബിനെ ശ്രദ്ധിച്ചു. അങ്ങവന് ധാരാളം സമ്പത്ത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അവൻ അങ്ങയെ സ്തുതിക്കുന്നു. അവനെ പരീക്ഷിക്കുവാൻ ഈ എന്നെ അനുവദിക്കുക. അവൻ തീർച്ചയായും അങ്ങയെ തള്ളിപ്പറയും. നീ പരീക്ഷിച്ചു കൊള്ളുക. പക്ഷേ എന്റെ മകന്റെ ദേഹത്ത് ഒരു പോറൽ പോലും ഏൽക്കരുത്. സമ്മതിച്ചിരിക്കുന്നു. ഞാനിപ്പോൾ തന്നെ നിന്റെ ജോബിന്റെ അടുത്തേക്ക് പോകുന്നു. ജോബിന്റെ സർവസമ്പത്തും അവന്റെ കുടുംബവും ഞാൻ നശിപ്പിക്കും. അപ്പോൾ അവൻ തീർച്ചയായും ദൈവത്തെ തള്ളിപ്പറയും.
ജോ, ഇതാ ഞാൻ എത്തിക്കഴിഞ്ഞു. പണ്ട് 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 എന്റെ പരീക്ഷണങ്ങൾക്ക് മുമ്പിൽ ദൈവതുല്യരാകുമെന്ന വ്യാമോഹത്താൽ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ച നിന്റെ ആദ്യ മാതാപിതാക്കൾക്ക് പറുദീസ നഷ്ടമായി. നിന്റെ പൂർവ്വ സഹോദരൻ കായേനിൽ ഞാൻ കുത്തിവെച്ച വിഷം അവനെ സഹോദര ഹത്യയിൽ കൊണ്ടെത്തിച്ചു. ഇതാ പ്രകൃതി ശക്തികൾ നിനക്കെതിരെ ആഞ്ഞടിക്കുന്നു. ആകാശം തുറന്ന് ഇടിമിന്നലുകൾ നിന്റെ ആടുകളുടെ മേൽ സംഹാര താണ്ഡവമാടുന്നു. കിഴക്കൻ താഴ്വരയിൽ നിന്ന് വലിയൊരു ശബ്ദം. നമ്മുടെ നമ്മുടെ ആടുകളുടെ കരച്ചിലല്ലേ ആ കേൾക്കുന്നത്? യജമാനനെ, എന്താ? എന്തു പറ്റി? നമ്മുടെ ആടുകളെല്ലാം ഇടിമിന്നലേറ്റ് ചത്തുപോയി. ഈ വാർത്ത അങ്ങയോട് ഒന്ന് പറയാൻ ഞാൻ മാത്രം അവശേഷിച്ചു. ഇത് സേവൂസിന്റെ കോപമായിരിക്കും. മഴയെയും ഇടിമിന്നലിനെയും നിയന്ത്രിക്കുന്ന സേവൂസിന് നമുക്ക് ബലിയർപ്പിച്ചാലോ? ജോനാഥ്, മോക്ഷത്വം പറയാതെ. എണ്ണമറ്റ 7000 ആടുകളേക്കാൾ അധികമായി ഞാൻ എൻ്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുന്നു. ദൈവം തന്നു, ദൈവം എടുത്തു. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. കഴിഞ്ഞില്ല ജോ. ഇനിയും പരീക്ഷണങ്ങൾ നിന്നെയും കാത്തിരിക്കും. ആ പരീക്ഷണങ്ങൾക്കൊടുവിൽ നീ നിന്റെ ദൈവത്തെ തീർച്ചയായും തള്ളിപ്പറയും. ആരാ നിങ്ങൾ? ആരാ? ഞാൻ കുപ്രസിദ്ധ കള്ളൻ ലെബാൻ. നിങ്ങൾക്ക് ജോബിന്റെ വീട്ടിൽ എന്താണ് കാര്യം? ഇനിയും ഞങ്ങൾ വന്നതിന്റെ ഉദ്ദേശം നിനക്ക് മനസ്സിലായില്ലേ? നിന്റെ സർവ്വസമ്പാദ്യവും കൊള്ളയടിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തേക്ക് കൊണ്ടുപോകും. ഇല്ല, ഇവയൊന്നും കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. അല്ലെങ്കിലും നിന്റെ സമ്മതം ആർക്ക് വേണം? ഞങ്ങളെ എതിർത്താൽ നീ ദുഃഖിക്കേണ്ടി വരും. അരുത്, കൊണ്ടുപോകരുത്. അരുത്, കൊണ്ടുപോകരുത്. പോകരുത്, കൊണ്ടുപോകരുത്, കൊണ്ടുപോകരുത്. അരുത്, അരുത്. ആ, കൊണ്ടുപോകരുത്. ആ, കൊണ്ടുപോകരുത്. ആ. ജോബ്, എന്ത് പറ്റി? നമ്മുടെ സമ്പാദ്യമെല്ലാം റെബേക്കർ കൊള്ളയടിച്ചു. ജോബ്, ഇത് വല്ലാത്ത പരീക്ഷണമാണ്. നമുക്ക് സേവൂസിന്റെ വിഗ്രഹം പുനഃസ്ഥാപിക്കാം. കർത്താവിന്റെ നന്മകൾ ആവോളം നാം സ്വീകരിച്ചില്ലേ? ഈ സഹനങ്ങളും നമുക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാം. ദൈവമേ, നീ തന്നു, നീ എടുത്തു. നിന്റെ നാമം മഹത്വപ്പെടട്ടെ, മഹത്വപ്പെടട്ടെ. യജമാനനെ, ആഹാർ പർവ്വതം പൊതിഞ്ഞു നിൽക്കുന്ന കൂറ്റൻ മഴക്കാറ് അങ്ങ് കാണുന്നില്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ വിളവെടുപ്പ് കാലത്ത് മഴ പെയ്താ നമ്മുടെ കൃഷി മുഴുവൻ നശിക്കും. യോനാഥ്, ഉടനടി ഭൃത്യന്മാരെയെല്ലാം വിളിച്ചു കൂട്ടണം. കൃഷിഭൂമിയിലേക്ക് മഴവെള്ളം ഒഴുകി വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം വലിയ ബണ്ടുകൾ കെട്ടണം. നമ്മളെല്ലാവരും
ഒരുമിച്ച് നിന്നാൽ ഈ മഴയെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. ഈ പരീക്ഷണം നീ അതിജീവിക്കാൻ പോകുന്നില്ല. നീ ജനിച്ച ദിവസം ശപിക്കപ്പെട്ടതെന്ന് നീ വിളിച്ചു പറയും. ഒടുവിൽ നീ നിന്റെ ദൈവത്തെ തള്ളി പറയൂ. വേഗമാകട്ടെ, ആ വലിയ കല്ലുകൾ തെക്ക് ഭാഗത്ത് എടുത്തു വെക്കൂ. കുറെ കൂടി ചെളിയും പുല്ലും വേണ്ടി വരും. ശക്തമായ കാറ്റ് വീശുന്നുണ്ടല്ലോ. ദൈവമേ, ഞാനെന്താണ് ഈ കാണുന്നത്? എന്റെ മക്കളെ ഒന്ന് എഴുന്നേൽക്കൂ. ദൈവമേ, നീ ജോബിനെ കൈവിട്ടുവല്ലേ? മോനെ മോനെ, എന്റെ മക്കളെയും ഉടപ്പിറപ്പുകളെയും കൊടുങ്കാറ്റ് കൊണ്ടുപോയി. എനിക്ക് ഈ ഭൂമിയിലുള്ളതെല്ലാം നഷ്ടപ്പെട്ടു. ഞാൻ നഗ്നനായി ഈ ഭൂമിയിൽ വന്നു. നഗ്നനായി തന്നെ വിടവാകും. ദൈവം തന്നു, ദൈവം എടുത്തു. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. കണ്ടില്ലേ അനിയഫാസ്, ഈ കാഴ്ചകൾ കണ്ടില്ലേ? സേവൂസ് ജോബിനെ ധൂളിയാക്കുമെന്ന് ഞാൻ പ്രവചിച്ചിരുന്നു. ജോബ്, ഇപ്പോൾ നീ എന്തു പറയുന്നു? നിന്റെ കഷ്ടതകളിൽ നിന്റെ ദൈവം എവിടെ? തെറ്റ് മനസ്സിലാക്കി തിരുത്തുവാൻ നിനക്ക് ഇനിയും അവസരമുണ്ട്. നീ സേവൂസിനെ ആരാധിക്ക്. നിനക്ക് നഷ്ടപ്പെട്ടത് തിരികെ തരാൻ സേവൂസിന് മാത്രമേ കഴിയൂ. ഞാൻ എന്തിന് സേവൂസിനെ വിളിക്കണം? എന്റെ ദൈവം എനിക്ക് നൽകിയ സമ്പത്ത് ദൈവം തന്നെ തിരികെ എടുത്തു. അതിന് ഞാൻ എന്തിന് ദൈവത്തെ തള്ളി പറയണം? ഇത്രയെല്ലാം സംഭവിച്ചിട്ടും ഇവന്റെ ധിക്കാരം കണ്ടില്ലേ? ഇവനെ ആദോം ദേശത്ത് നിന്ന് നാടുകടത്താം. ജോബ്, അനിയഫാസ് പ്രധാന ന്യായാധിപ സ്ഥാനത്തിരിക്കുന്ന ന്യായാധിപ സംഘത്തിന്റെ വിചാരണയ്ക്കായി നീ ശരിക്കും ഒരുങ്ങിക്കോ. അനഷ്യാത് ജോബിനെതിരെ വീണ്ടും പ്രവചിക്കുന്നു. നിന്റെ ജീവിതത്തിൽ ഇനിയും അനർത്ഥങ്ങൾ സംഭവിക്കും. സേവൂസ് നിന്നെ ചാരമാക്കും. ദൈവത്തിലുള്ള നിന്റെ വിശ്വാസം എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു. ദൈവസ്നേഹമാകുന്ന പർവ്വതനിരയുടെ മുകളിൽ നിന്ന് നിന്നെ ഞാൻ പുഴുവിനെ പോലെ വലിച്ചെറിയും. നിന്റെ ശരീരത്തിൽ പ്രവേശിക്കുവാൻ നിന്റെ ദൈവം എനിക്ക് അനുവാദം തന്നിരിക്കുന്നു. ഘോര പരീക്ഷണത്തിനൊടുവിൽ പുറത്തുമാറുന്ന ശരീരത്തോടെ നീ നിന്റെ ദൈവത്തെ തള്ളിപ്പറയോ?
മരിച്ചുപോയോ? പേടിക്കണ്ട, ഇതാ ഞാൻ നിന്നെ താരാട്ടുപാടി ഉറക്കാം. ജോബ്, ഇത് നീ തന്നെയാണോ? എനിക്ക് എനിക്ക് ഇങ്ങടുത്ത് വരണ്ട, ഇങ്ങടുത്ത് വരണ്ട. ഇത് നിനക്കും പകരും. എനിക്ക് എനിക്ക് ഈ കാഴ്ചകൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കുഷ്ഠരോഗം ബാധിച്ചവർക്ക് സമൂഹത്തിൽ വിലക്കാണ്. നമ്മൾ ഇനി എങ്ങനെ ജീവിക്കും? ജോബ്, ഇനിയും നീ ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുകയാണോ? ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം ദൈവത്തെ പഴിച്ച് മരിക്കാം. നീയും നിന്റെ ജോബിനെ തള്ളിപ്പറയുകയാണോ? അല്ല, എനിക്കിതൊന്നും കാണുവാനുള്ള ശക്തിയില്ല. ജോബ്, അടുത്ത് വരണ്ട. ഇത് നിങ്ങൾക്കും പകരും. ഇത് ഞങ്ങളുടെ സ്നേഹിതൻ ജോബ് തന്നെയാണോ? ജോബ്, നീ വലിയ തെറ്റ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് ദൈവകോപം നിന്റെ മേൽ ആഞ്ഞടിക്കുന്നത്. നിന്റെ ദുരന്തങ്ങൾക്ക് കാരണം നീ തന്നെയാണ്. നിങ്ങളെല്ലാവരും എന്നെ തള്ളിപ്പറഞ്ഞാലും എനിക്ക് എന്റെ ദൈവത്തെ മാത്രം മതി. എങ്കിൽ നീ ഇതെല്ലാം ഒറ്റയ്ക്ക് അനുഭവിച്ചോ? ദൈവം തന്നു, ദൈവം എടുത്തു. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. എന്റെ ദൈവമേ, എന്റെ 3 സ്നേഹിതന്മാരോട് കരുണ തോന്നണമേ. അവർക്ക് വേണ്ടി ഈ ജോബ് മാപ്പപേക്ഷിക്കുന്നു. ദൈവമേ, തല ചായ്ച്ച് ഒന്നുറങ്ങിക്കോട്ടെ. ഒന്നുറങ്ങിക്കോട്ടെ. ജോബ്, എന്റെ ജോബ്. ആരാ? ഞാൻ നിന്റെ ദൈവം. എന്റെ ദൈവം, ഈ ജോബിന്റെ ദൈവം, എന്റെ ദൈവം. എല്ലാ സഹനങ്ങൾക്കും നടുവിൽ നിന്നുകൊണ്ട് നീ ദൈവത്തെ സ്തുതിച്ചു. ഞാൻ നിന്നിൽ സംപ്രീതനായിരിക്കുന്നു. നിനക്ക് സൗഖ്യമുണ്ടാകട്ടെ. ദൈവം
എന്റെ ദൈവമേ, ഈ ജോബിന്റെ ദൈവമേ, ഇതാ ഇതാ ഞാൻ അങ്ങയുടെ മുമ്പിൽ ശിരസ് നമിക്കുന്നു. നീതിമാനെന്തിന് ക്ലേശങ്ങൾ സഹിക്കണം എന്ന സങ്കീർണമായ ചോദ്യത്തിന്റെ ഉത്തരമാണ് നിന്റെ ജീവിതം. ഭൗതിക യാഥാർത്ഥ്യങ്ങളെക്കാൾ ശക്തമായ ഒരു ആത്മീയ ഉറപ്പ് എന്നിൽ കണ്ടെത്തിയ എൻ്റെ പ്രിയപ്പെട്ട ജോബ്, നിന്റെ വിശ്വാസത്തിന്റെ പ്രതിഫലമായി നിന്റെ സമ്പൽ സമൃദ്ധിയെല്ലാം 100 ഇരട്ടിയായി നൽകി ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു.